പറയേണ്ട കാര്യമില്ല ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കണേന്നുള്ളത് അല്ലേ. നമ്മൾ എത്തിയിട്ടുള്ളത് പേരാമ്പ്ര തന്നെയാണ്. ഈ ഒരു മോഡൽ ഇത്ര ഭംഗിയായിട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്നതും അതുപോലെ ഏറ്റവും ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നതും ജോവിൻ തന്നെയാണ്. ജോവിനാണ് നമുക്ക് ഈ ഒരു ബേസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളതിൻ്റെ കറക്റ്റ് മെത്തേഡ് കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾ കുത്താനായിട്ട് ശ്രമിച്ചിട്ടുള്ളതും കുത്തി നല്ല വിജയിപ്പിച്ച് ഏറ്റവും സമ്മാനം വാങ്ങിയിട്ടുള്ളൊരു മോഡലാണ് ഈ കാണുന്നത്. അതിൻ്റെ കാരണം ജോവിൻ തന്നെയാണ്. ഇത് നമ്മളോട് സംശയം ചോദിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് ജോവിനോട് താങ്ക്സ് പറയാനായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതും കൂടി പറയാൻ വേണ്ടിയിട്ടായിട്ട് ആദ്യം തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നേക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ കുറച്ച് സംശയങ്ങളും ഉണ്ട് കേട്ടോ. കുറച്ച് പേരുകൾ ചോദിക്കുന്ന കുറച്ച് സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്ലേറ്റ് ഒട്ടിക്കുന്ന സമയത്ത് അതിങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ വിടർത്തുന്ന സമയത്ത് അത് കീറിപ്പോകുന്നു എന്നൊരു സംശയം, ഒരു പ്രശ്നം കുറച്ച് പേര് പറയുന്നുണ്ട്. അപ്പോൾ ജോവിൻ അത് എങ്ങനെയാണ് കീറാതെ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ബേസ് ഇങ്ങനെ വിരിച്ചെടുക്കുന്നത്? അത് പറഞ്ഞാൽ ചിലവരെന്ന് പറയുന്നത് നമ്മുടെ ഈ ബേസിൽ ഈ ബേസിന്റെ ഷേപ്പ് വെട്ടിയതിന് ശേഷം ഒട്ടിക്കും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്ജിൽ വരുന്ന പശ ഈ അടുത്തൊരു ഷീറ്റുമ്മേൽ കൂട്ടി ഒട്ടിയിട്ട് ഇത് വിടരാനായിട്ടാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ആ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഈ ബേസിൽ ആദ്യം മുഴുവൻ ഷീറ്റിൽ ഒട്ടിച്ചതിന് ശേഷം മാത്രം ബേസിന്റെ ഷേപ്പ് വെട്ടാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ പ്ലേറ്റുകളുടെ അറ്റം വരെ പശ നിൽക്കുമ്പോൾ മുകളിൽ ഒട്ടിക്കുന്ന ഷീറ്റുകൾ തമ്മിൽ കൂട്ടി ഒട്ടി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ അറ്റം വരെ എത്തിക്കാതെ ഫുൾ ഷീറ്റുകളാണ് വെച്ച് ഒട്ടിക്കുന്നത് അല്ലേ. അപ്പൊ ഏകദേശം ഇതിലിപ്പോ 100 പ്ലീറ്റ്സ് ഉണ്ട് അല്ലെ. 100 പ്ലീറ്റ്സ് ആണ് ഇതിലുള്ളത്. അപ്പൊ 10 എണ്ണം ഇതാണോ ഓരോ സെറ്റ് ആക്കുന്നത്? അതൊരു 10 എണ്ണം ഓരോ സെറ്റ് ആക്കുന്നത്. അപ്പൊ 10 ഷീറ്റുകൾ ഒട്ടിച്ചതിന് ശേഷമാണ് ബേസിന്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിത് ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഈ ഒരു ഷേപ്പ് വിരിക്കുന്ന സമയത്ത് ഇത് കുത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പോയി അങ്ങനെ കീറിപ്പോകുന്നു എന്നുള്ളൊരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഗമ്മ കൊടുക്കുന്നത് എത്ര ഗ്യാപ്പിലാണ് ഏറ്റവും നല്ല ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത്? എനിക്ക് ഞാൻ ചെയ്തില്ലെങ്കിൽ കൊണ്ടുള്ള 12 സെന്റിമീറ്ററും 6 നമ്മൾ 12ന്റെ ഇടയിൽ 6 വരുന്ന രീതിയിൽ. ഓക്കെ 12 സെന്റിമീറ്റർ 6 സെന്റിമീറ്ററിലാണ് ഈ ഒരു അല്ലെ 12 സെന്റിമീറ്ററിൽ. അപ്പൊ ഓക്കെ, 12 സെന്റിമീറ്റർ ഗ്യാപ്പിലാണ് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന്റെ മേളിലേക്കാണ് ഈ ഷീറ്റുകൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഒട്ടിച്ചെടുക്കേണ്ടത് അല്ലെ. അപ്പൊ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഒട്ടിക്കുന്നത് വരുന്നത്. ഓക്കെ, 12 6 12 6 എന്നുള്ള രീതിയിൽ. ഓക്കെ, 12 6 അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത് അല്ലെ. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ബേസ് നല്ല ഭംഗിയായിട്ട് കിട്ടും. പിന്നെ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ജോവിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ജോവിന്റെ യൂട്യൂബ് ചാനൽ നമ്മൾ അന്ന് ഫസ്റ്റ് കാണിച്ചപ്പോൾ തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനത്തടം കൊമ്പൻ എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പൊ അതിൽ ഈ ഒരു ലില്ലിപ്പൂ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പൂവ് ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പിണ്ടിയുടെ പ്രത്യേകത, ഇത് അന്ന് ജോവിനെ അത് കാണിച്ചു തന്ന ആ മെത്തേഡ് അത്ര ക്ലിയർ ആയിരുന്നതുകൊണ്ട് തന്നെ ഇത് കൊത്തിയിട്ടുള്ള എല്ലാവർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ ശരിക്കും. ഓക്കെ, വലിയൊരു ഉപകാരമായി. കാരണം എല്ലാവരും ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ഈ പ്ലേറ്റ്സ് കറക്റ്റായിട്ട് ഒട്ടിക്കാനായിട്ട് പഠിച്ചു. ആദ്യം നമ്മൾ ചെയ്തിരുന്നത് ഈ പിണ്ടിയിൽ ഇത് കുത്തിയതിന് ശേഷമാണ് നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ കണ്ടതിന് ശേഷമാണ് എല്ലാവരും ബേസ് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചത്. അപ്പോൾ അതെന്തായാലും അതിന് ജോവിനോടാണ് നന്ദി പറയുന്നത് കേട്ടോ. പിന്നെ ഇനി ആളൂര് മത്സരമുണ്ട്. ആളൂര് മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ജോവിൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ജോവിന് തന്നെയായിരുന്നു. ഇപ്രാവശ്യം സമ്മാനം കിട്ടട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ആളുകളെല്ലാവരും നമ്മൾ ഇത് കുത്താൻ ശ്രമിക്കുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്ലേറ്റ്സ് ഒട്ടിക്കുന്നതും അതിനുശേഷം വെട്ടുന്നതും എല്ലാം ക്ലിയർ ആണ് എല്ലാവർക്കും. പക്ഷെ അത് എങ്ങനെയാണ് ഈർക്കിൽ കൊടുക്കുന്നതും അതെങ്ങനെയാണ് ഈ പിണ്ടിയിലേക്ക് കുത്തി കൊടുക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് കൂടുതൽ പേരും ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ജോവിൻ അത് ആളൂര് ചെയ്യുന്ന ആ ഒരു വീഡിയോ അതെങ്ങനെ കുത്തുന്നതെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണിക്കാനായിട്ട് നമ്മൾ സാധിക്കുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സംശയം നമുക്ക് അടുത്തൊരു വീഡിയോയുടെ കൂടെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ ഇടവകയിൽ എല്ലാവർക്കും തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. ഒപ്പം ജോവിനും കുടുംബത്തിനും എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള തിരുനാൾ ആശംസകൾ. ഡെക്കറേഷനിൽ എന്നും വെറൈറ്റി മോഡൽസ് അന്വേഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി മോഡലിൻ്റെ അടുത്താണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പൊന്മിനിശ്ശേരി ബിജു ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ കണ്ടത്. പുതുക്കാട് പള്ളിയുടെ ഫ്രണ്ടിൽ കാണുന്ന കപ്പേളയുടെ രൂപമാണ് ഈ ഒരു പിണ്ടി ഡെക്കറേഷന് ചേട്ടൻ കൊടുത്തിട്ടുള്ളത് അല്ലേ. നല്ല ഭംഗിയായിട്ടുണ്ട് ശരിക്കും. എന്താ പറയുക, ഒരു പ്രത്യേക ഫീലാണ് ഇത് കാണുമ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായിട്ടൊരു അരുളിക്കയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ, എങ്ങനെയാണ് ഈ ഒരു പോർഷനൊക്കെ ചെയ്തിട്ടുള്ളത്? ഇത്
ഇതിപ്പോൾ നമ്മൾ തെർമോക്കോളാണ് വെച്ച് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗമൊക്കെ തെർമോക്കോളാണ്. അതിന് മുകളിൽ നമ്മൾ വൈറ്റ് പേപ്പർ ആഡ് ചെയ്തു, പിങ്ക് പേപ്പർ ആഡ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ഒട്ടിച്ചതിന്റെ അടിയിൽ വേറെ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിന്റെ അടിയിൽ വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ടാണ് ഈ ഒരു പോർഷനൊക്കെ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല ഭംഗിയായിട്ട്. അപ്പൊ ഈ നമ്മൾ ഈ അരുളിക്ക് കൊടുത്തിട്ടുള്ളത് ഈ ഗോൾഡൻ പേപ്പർ ഇങ്ങനെ മേടിക്കാൻ കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ആ ഷേപ്പ് എന്തിട്ടില്ല ഉണ്ടാക്കിയിട്ടുള്ളത്? തെർമോക്കോളിൽ തന്നെ ഷേപ്പ് ചെയ്തിട്ട് അതിന് ഈ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ചേട്ടനെ സഹായിക്കാനായിട്ട് ഉണ്ടായ ആൾക്കാരാണ് ഇത്. ചേട്ടന്റെ പെങ്ങള് സിസ്റ്ററാണ് കേട്ടോ. സിസ്റ്ററുടെ പേര് ശോഭ. ഓക്കെ, സിസ്റ്റർ ശോഭ. മേഘാലയയില് അവധിക്ക് വന്നതാണ്. അപ്പൊ അതായത് നല്ലൊരു പെരുന്നാള് കൂടാൻ പറ്റി. അപ്പൊ എന്താ ഇതില് ഒരു പങ്കാളിയാവാനും പറ്റി. വലിയ കാര്യമായിട്ടോ. അത് ശരി. അപ്പൊ സഹായിക്കാൻ ഒരാളായത് കൊണ്ട് പെങ്ങള് വരും. അതുകൊണ്ടൊന്നല്ല കേട്ടോ, പെങ്ങള് വരുന്നോണ്ട് പെങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടൊരു ഡെക്കറേഷൻ ചെയ്തതാണ്. എത്ര വർഷം കൂടുമ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്? എല്ലാ വർഷം വരും. അപ്പൊ പെരുന്നാൾ കൂടാൻ കുറെ വർഷങ്ങളായിട്ട് പറ്റിയിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യത്തെ പെരുന്നാൾ എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ അതേ ചേട്ടന്റെ ഭാര്യ ഹെൽപ്പ് ചെയ്യാനായിട്ട് നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആങ്ങളും പെങ്ങളും കൂടിയാണ് ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ അടിപൊളിയാക്കിയിട്ടുള്ളത്. അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ മത്സരത്തിൽ ഇവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നതേ ഉപയോഗിക്കാവൂ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ചേട്ടൻ ഈ ഒരു തെർമോക്കോൾ സെലക്ട് ചെയ്തത്. അല്ലായിരുന്നു എന്നുണ്ടെങ്കിലും നമുക്കിത് നല്ല കട്ടിയുള്ള പേപ്പറിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി മത്സരത്തിന് റെസ്ട്രിക്ഷൻ ഉള്ള ഇടവകകളാണെങ്കിൽ കാർഡ്ബോർഡ് പേപ്പർ ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ലൊരു മോഡലാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റാവുന്ന ഒരു മോഡൽ തന്നെയാണ് അല്ലേ? നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തിരുനാൾ ആശംസകൾ. മറക്കാത്ത ഒരാളാണ് കേട്ടോ നമ്മുടെ ലിറ്റിൽ റോസ് ടീച്ചറും ടീച്ചറിന്റെ ഹസ്ബൻഡ് ജോബി ചേട്ടൻ കേട്ടോ. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. നമ്മുടെ മുന്തിരിക്കൊലയുടെ രൂപത്തിൽ എങ്ങനെയാണ് ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ടീച്ചറാണ് മുന്തിരിക്കൊലയുടെ ഒരു ഷേപ്പിൽ പിണ്ടി ഡെക്കറേഷൻ ചെയ്തത്, ആദ്യമായിട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ അന്ന് ആ ഒരു പിണ്ടി ഡെക്കറേഷൻ കണ്ടപ്പോൾ എല്ലാവർക്കും അത് ചെയ്ത് നോക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് അത് ചെയ്ത് പലയിടത്തും നമ്മൾ തന്നെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് പേർക്ക് ഒരു ചെറിയൊരു സംശയം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുന്തിരിക്കൊലയുടെ രൂപത്തിലുണ്ടാക്കിയ ഈ ബോൾസ് എങ്ങനെയാണ് ഈ പിണ്ടിയിലേക്ക് സെറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംശയം. അപ്പോൾ അതെന്തായാലും നമുക്ക് ടീച്ചറോട് തന്നെ ചോദിക്കാം. ഞങ്ങൾ ഏറ്റവും ആദ്യം അതിൻ്റെ ഏറ്റവും അടിയിലത്തെ ബോള് നല്ല സ്ട്രോങ് ആയിട്ട് മെറ്റലിട്ടിട്ട് വേണം സെറ്റ് ചെയ്തെടുത്തു. ഏറ്റവും അടിയിൽ ഒറ്റ ബോള് അത് മെറ്റലിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇടയിൽ നമ്മൾ അടക്കാരത്തിന്റെ വാരി ഉണ്ടല്ലോ, അതിങ്ങനെ നല്ല കനം കുറച്ചെടുത്തിട്ട് ഇടയിൽ ഇങ്ങനെ ഹൈറ്റ് അനുസരിച്ച് കൊടുത്തു പോരും. കുത്തി കൊടുത്തു പോരും. അതിനുശേഷമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസ് ഓരോന്ന് ഒരു ഹോൾ ഉണ്ടാവും. ബോൾസുകൾക്കൊക്കെ ഓരോ ഹോളുണ്ട്. നമ്മൾ ഈ ബലൂൺ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ അത് ബലൂൺ കട്ട് ചെയ്ത് കളയും. അപ്പൊ അവിടെ ഒരു ഹോള് വരും. അപ്പൊ ആ ഹോള് വെച്ചിട്ട് നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബലൂൺ ഈ അടക്കാരവാരിയുടെ ഉള്ളിലേക്ക് ആക്കി വെക്കും. അത് കഴിഞ്ഞ് അതൊന്ന് ഫിനിഷ് ചെയ്യാൻ മാത്രം നമ്മൾ എന്നിട്ട് തിരിച്ച് ഗമ്മ് ഉപയോഗിക്കും ഫിനിഷിങ്ങിന് മാത്രം. അപ്പൊ ഇത് നല്ല ഇതിൽ നിൽക്കുകയും ഫിനിഷിങ് അല്ലെങ്കിൽ ഫിനിഷിങ് ആ ഷേപ്പ് കിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ആ ഒരു സംശയം എന്തായാലും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇങ്ങനെ ആദ്യം ഒരാൾ സംശയം ചോദിച്ചപ്പോ തന്നെ ഞങ്ങൾക്കും തോന്നിയിരുന്നു ഇത് എങ്ങനെയായിരുന്നിട്ടുണ്ടായിരിക്കും ടീച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ടാവാന്നുള്ളത്. അപ്പൊ ഇനി ആരെങ്കിലും മുന്തിരിക്കൊല ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ബോൾസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് അന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ടീച്ചർ നല്ല ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും അത് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ടീച്ചർക്കും ജോബിച്ചേനും വീട്ടിലെല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഓരോ കൊല്ലം വെറൈറ്റി മോഡൽസ് ചെയ്യുക എന്നുള്ളത് ടീച്ചറുടെ ഒരു നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നല്ല ഭംഗിയായിട്ടൊരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിണ്ടി ഡെക്കറേഷനിൽ വലിയൊരു തീമും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഭൂമിയാണ്. ഭൂമിനെയാണ് ടീച്ചർ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂമിയെ ദൈവം സംരക്ഷിക്കുന്നു, പരിശുദ്ധാത്മാവിനെ അയച്ച് ഭൂമിയെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു തീമാണ് ഇതിൽ കൊണ്ടുവന്നത് അല്ലേ? കറക്റ്റ്. ഓക്കെ. അപ്പോൾ ഇനി എന്താണ് ഇങ്ങനെ ഒരു
ഐഡിയ വരാനായിട്ട്? അല്ല, എല്ലായിടത്തും ഇങ്ങനെ സാധാരണ കാണുന്ന ഫ്ലവർ വേസ് അങ്ങനത്തെ മോഡലാണല്ലോ. ഞാൻ അങ്ങനെ ഫ്ലവർ വേസ് വേണ്ട, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം എന്നുള്ള രീതിയിലാണ് അന്ന് മുന്തിരി എടുത്തതും ഇപ്പൊ ഇത് എടുത്തതും ഒരു വെറൈറ്റി ചിന്തിച്ചു. അത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇപ്പൊ ചേട്ടനെയും കൂടി സഹായം ഉണ്ടായിട്ടുണ്ടാവില്ലേ? ചേട്ടനും ടീച്ചറും കൂടിയാണ് ഈ ഒരു മോഡൽ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രാവിന്റെ രൂപം, പരിശുദ്ധാത്മാവിന്റെ രൂപമൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പോർഷനിലൊക്കെ എന്താ, ഇത് നമ്മള് ആദ്യം കാർഡ്ബോർഡിൽ മോൾഡ് ചെയ്തിട്ട് ന്യൂസ് പേപ്പർ കൊണ്ട് അതിനെ മോൾഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണേ ഷേപ്പിലേക്ക്. തലഭാഗം ബലൂണാണ്. ബലൂൺ കൊണ്ട് തന്നെ മൈദ വെച്ച് അത് മോൾഡ് ചെയ്തെടുത്തു. അന്ന് ചെയ്ത പോലെ പേപ്പർ കൊടുത്തിട്ട് അതാണ് തലഭാഗം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇത് മുഴുവൻ A4 ഷീറ്റ് ആണ്. ഇത് ഒരു ഫ്രെയിം ഉണ്ടാക്കി നമ്മൾ അതേപോലെ ഒരു പൂ ഒട്ടിച്ചു കൊടുക്കും. ഇത് നമ്മുടെ ചാർട്ട് പേപ്പർ തന്നെ. ഇത് ചാർട്ട് പേപ്പർ. ഇതിന്റെ ഉള്ളില് പഞ്ഞിയുണ്ട്. അതാണ് ഇത്ര നല്ലൊരു ഫിനിഷിംഗിൽ നിൽക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ പഞ്ഞി കൊടുത്തിട്ട് ചാർട്ട് പേപ്പർ അല്ലേ? ചാർട്ട് പേപ്പർ ഒട്ടിച്ച് ഈ ഒരു ഷേപ്പ് ഈ ഭാഗം വീർത്തിരിക്കാൻ വേണ്ടിട്ട് നമ്മള് പിണ്ടി ഇങ്ങനെ ഇവിടെ വരെ കയറ്റിയിട്ടുണ്ട്. ഓക്കെ, പിണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ ഭാഗം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇവിടുന്ന് വന്ന പിണ്ടി കൊട്ടയുടെ കൂടെ ഇവിടെ വരെ വന്ന് നിൽക്കും. ഓക്കെ, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ടീച്ചറുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹവും സമാധാനവും നിറയട്ടെ എന്നുള്ളതാണ്. അപ്പൊ ടീച്ചറിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാവർക്കും ലോകം മുഴുവൻ സമാധാനം നിലനിൽക്കട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ കല്യാണങ്ങൾക്കൊക്കെ ഫ്ലവർ ഗേൾസിന്റെ കയ്യിൽ നല്ല ഭംഗിയുള്ളൊരു പൂക്കൊട്ട കാണാറുണ്ട് അല്ലേ? അതേ മോഡലില് അത്ര തന്നെ ഭംഗിയിൽ ഇവിടെ ഒരു പൂക്കൊട്ട ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ചാതേലി ജോൺസൺ ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ചാതേലി ജോൺസൺ ചേട്ടൻ്റെ മകളാണ് ജെയ്നയാണ് ജോൺസൺ ചേട്ടൻ്റെ മകളാണ്. ജോൺസന്റെ മകനാണ് അല്ലേ? ജസ്നയുടെ ഹസ്ബൻഡ് ജെറേമിയ. മക്കളാണ്, 3 പേരുണ്ട്. രണ്ടാണ് ഇവിടെ. ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു പൂക്കൊട്ട ഇത്ര ഭംഗിയായിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ജസ്ന കാണിച്ചു തന്നു അല്ലേ? നല്ല ഭംഗിയായിട്ട് അത് മടക്കുന്നതും ഒക്കെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഈ ഒരു പൂക്കൊട്ടയുടെ ഷേപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഒരു വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പോർഷൻ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കുറേ പിണ്ടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പിണ്ടികളുടെ മുകളിലാണ് ഇങ്ങനെ ഇതിൻ്റെ പുറത്തു കൂടെയാണ് ഈ ഒരു ചാർട്ട് പേപ്പർ കൊണ്ട് ഈ ഒരു ഡിസൈൻ ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഈ ഒരു പോർഷൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? പൈപ്പാണ്, PVC പൈപ്പിൽ വെച്ച് റൗണ്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ. PVC പൈപ്പ് റൗണ്ട് ചെയ്ത് അതിന്റെ മുകളിൽ പേപ്പർ ചുറ്റി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നല്ല ഇതിലിപ്പോ ഏകദേശം എത്ര ഫ്ലവേഴ്സ് കാണും? 400ഓളം ഫ്ലവേഴ്സ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് തന്നെയാണ് ഇത്രയും ഭാഗം ഫില്ലായി നിൽക്കണ്ടേ, എന്നാലല്ലേ നല്ല ഭംഗി വരിക. അപ്പൊ അതിന് വേണ്ടിയിട്ട് 400ഓളം ഫ്ലവേഴ്സ് ആണ് ഈ ഒരെണ്ണം പോയി 400ഓളം ഫ്ലവേഴ്സ് ആണ് ഇതിനകത്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷൻ ഇനി കുറച്ചും കൂടെ ഹൈറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എക്സ്ട്രാ ഒരു പേപ്പറും കൂടെ 2 പേപ്പറാണ് ഇതിൽ വെച്ചേക്കണം. 2 ഷീറ്റ് പേപ്പർ വെച്ചിട്ടാണ് ഇവിടെ ഒരു ജോയിന്റ് വരുന്നുണ്ട്. 2 ഷീറ്റ് പേപ്പറാണ് ചാർട്ട് പേപ്പർ ഇതിൽ സെറ്റ് ചെയ്ത് ഈ ഒരു ഇത്രയും ഭാഗം സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ജോയിന്റ് വരുന്നത്. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ഇത് ഇത്തിരി കട്ടിയുള്ള ടൈപ്പ് ചാർട്ട് പേപ്പറാണ് അല്ലേ? നല്ല ക്വാളിറ്റിയുള്ള ചാർട്ട് പേപ്പറാണ്. ഏകദേശം ഒരു ഷീറ്റിന് 13 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഹോൾസെയിൽ റേറ്റിലാണ് 13 രൂപ വരുന്നത് കേട്ടോ. സിംഗിൾ ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടും. ഇത് ഏകദേശം അതിൻ്റെ ഒരു ഇത് തന്നെയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ഏകദേശം ഒന്ന് ചെയ്ത് പഠിച്ചതാണ് അല്ലേ? ഇതുകൊണ്ട് അപ്പം നല്ല ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ നോക്കി സെലക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഇനി വേറെ ഇതിൽ തന്നെയാണ് ഇത് കുത്തി കൊടുത്തിട്ടുള്ളത്. ഈ കൊടികളൊക്കെ ചെയ്ത് കൊടിയിൽ വേറെ പിന്നെ പേപ്പർ ചുറ്റിയിട്ടില്ല. അപ്പോൾ ചുറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം അത്രയായിട്ട് പൂക്കൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ പേപ്പർ ചുറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയായിട്ട് ഒരു പിങ്ക് ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള പെരുന്നാളാശംസകൾ.
എന്തായാലും ആനുവലിന്റെ വക ഒരു അടിപൊളി പിണ്ടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും നമുക്കറിയാം. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ വേഗം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയൊന്നും തെറ്റിക്കാണ്ട് നല്ല ഭംഗിയായിട്ടൊരു പിണ്ടി ഇവിടെ ആനുവൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ബട്ടർഫ്ലൈ ഇതേ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഫോം ഷീറ്റ് ആണല്ലോ. എന്ത് ഫോമാ? സാധാ ഫോം ഷീറ്റ്. സാധാ ഫോം ഷീറ്റിലാണ് അതിൻ്റെ ചിറകൊക്കെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഈ ഫ്ലവർ വന്നിട്ടുള്ളത് ക്രീപ്പ് പേപ്പറാണ്. സാധാ ക്രീപ്പ് പേപ്പറാണ് അല്ലേ? സാധാ ക്രീപ്പ് പേപ്പറാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഗ്രീൻ പോർഷനൊക്കെ കൊടുത്തിട്ടുള്ളത് ചൈന പേപ്പർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഈ തണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് PVC പൈപ്പ്. ഇത് PVC പൈപ്പിലാണ് ഈ ഒരു തണ്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇല ഇതൊക്കെ ക്രീപ്പ് പേപ്പർ തന്നെയാണ്. ഇതിൽ കമ്പി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത് തണ്ട് വന്നിട്ടുള്ളത് കമ്പി ആണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടിയിൽ ബോക്സ് ആണ്, നമ്മുടെ കാർട്ടൂൺ ബോക്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ചൈന പേപ്പർ വെച്ച് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവരും കൂടി എല്ലാവരും കൂടിയിട്ടാണെങ്കിൽ ഒരു പിണ്ടി ഡെക്കറേഷൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. മത്സരത്തിനുള്ള പിണ്ടിയാണ് അല്ലേ? അപ്പോൾ സമ്മാനം കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ആനുവൽ ഇനിയും അടുത്ത വർഷം നല്ല നല്ല ഡെക്കറേഷൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൊല്ലവും ഉണ്ടാവും, എല്ലാ കൊല്ലവും ഉണ്ടാവുന്നതാണ് പറഞ്ഞേക്കണേ. അപ്പോൾ എല്ലാ ഓക്കെ, ആനുവൽ ഇവിടെ ഉണ്ടെങ്കിൽ എന്തായാലും പിണ്ടി ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള തിരുനാൾ ആശംസകൾ.